السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഫതുഹുൽ ഖയ്യൂം എന്ന മഹത്തായൊരു കവിത, ഒരു മുതഅല്ലിം അറിഞ്ഞിരിക്കേണ്ട മര്യാദകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കവിതയിലുള്ളത് ഒരു പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട മര്യാദകളെക്കുറിച്ചാണ് ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതെല്ലാം നമ്മൾ ഹംദും സലാത്തൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ആ മുസന്നിഫിൻ്റെ പേരാണ്. നമ്മൾ മുമ്പ് ഒരു ആമുഖമായി പറഞ്ഞപ്പോൾ മുസന്നിഫിൻ്റെ പേര് പിന്നീട് പരാമർശിക്കുന്നതിൽ നിന്നും സൂചനകളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വരിയാണ് ആദ്യമായിട്ട്. വബഅദു ഖാല അബ്ദുഹുൽ മുവഫഖു മുൻതഖബുൻ വാലിദുഹുൽ മുവഫഖു എന്നാണ് നമുക്കിന്ന് ആദ്യം പഠിക്കേണ്ട വരി. വബഅദു എന്ന് പറഞ്ഞാൽ ഹംദ്, സലാത്ത്, സലാം ഇവകൾക്ക് ശേഷം, ബഅദൽ ഹംദലത്തി വസ്സലാത്തി വസ്സലാമി എന്നാ പറയാം. അങ്ങനെ ഹംദും സലാത്തും ബിസ്മിയും ഹംദും സലാത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം എന്നർത്ഥം. ബഅദു ഇവകൾക്ക് ശേഷം. ഖാല അബ്ദുഹുൽ മുവഫഖു, ഖാല പറഞ്ഞു എന്നർത്ഥം. ഖാല പറഞ്ഞു. ആര്? അബ്ദുഹു അള്ളാഹുവിൻ്റെ അടിമയായ അൽ മുവഫഖ് എന്ന് പേര് വെക്കപ്പെട്ട, യഥാർത്ഥ പേരല്ല, അൽ മുവഫഖ് എന്ന് പേര് വെക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അടിമ പറഞ്ഞു. ആരാണ് ആ അടിമ? മുൻതഖബ് എന്ന അള്ളാഹുവിൻ്റെ അടിമ. വാലിദുഹു ആ മുൻതഖബിൻ്റെ ഉപ്പ, അൽ മുവഫഖാണ്. അതാ മുവഫഖിൻ്റെ മകനായ മുൻതഖബ്. ഈ മുൻതഖബിനും എന്ത് പേരുണ്ട്? മുവഫഖ് എന്ന് പേരുണ്ട്. ഓക്കെ, അഥവാ ബാപ്പക്ക് മുവഫഖ് എന്ന് പേരുണ്ട്, മകനിക്ക് മുവഫഖ് എന്ന് പേര് വെക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ യഥാർത്ഥ ആളാരാണ്? മുൻതഖബ് എന്ന ആളാണ് ഈ കവിത രചിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വബഅദു ഖാല അബ്ദുഹുൽ മുവഫഖു മുൻതഖബുൻ വാലിദുഹുൽ മുവഫഖു, അങ്ങനെ തന്നെ പഠിക്കാൻ കേട്ടോ. വബഅദു ബിസ്മി, ഹംദ്, സലാത്ത് എന്നിവയ്ക്ക് ശേഷം, ഖാല പറഞ്ഞു, അബ്ദുഹു അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ ദാസൻ, അള്ളാഹുവിൻ്റെ അടിമ പറയുന്നു എന്നും പറ്റും. അൽ മുവഫഖ് എന്ന് സ്ഥാനപ്പേരുള്ള അള്ളാഹുവിൻ്റെ അടിമ. ആരാണ് അടിമ? മുൻതഖബ് എന്ന അടിമ, അള്ളാഹുവിൻ്റെ അടിമയായ മുൻതഖബ്. വാലിദുഹു ആ മുൻതഖബിൻ്റെ ഉപ്പ അൽ മുവഫഖാണ്, അൽ മുവഫഖിൻ്റെ മകനായ മുൻതഖബ്. ഓക്കെ, മുവഫഖിൻ്റെ മകനായ മുൻതഖബ്. ആ മുൻതഖബിനിക്ക് എന്ത് പേരുണ്ട്? മുവഫഖ് എന്ന് പേരുണ്ട്. അപ്പോൾ മുവഫഖിൻ്റെ മകനായ മുവഫഖ് എന്ന് പേരുള്ള മുൻതഖബ് എന്ന അള്ളാഹുവിൻ്റെ അടിമ പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ കൂട്ടത്തിൽ പറയുമ്പോൾ എന്ത്? മേലുദ്ധരിക്കപ്പെട്ട ഹംദ്, സ്വലാത്ത്, സലാമിന് ശേഷം അള്ളാഹുവിൻ്റെ അടിമയും മുവഫഖ് എന്നവരുടെ മകനായ മുവഫഖ് എന്ന പേരുള്ള മുൻതഖബ് പറയുന്നു എന്നൊക്കെ നമുക്ക് ചുരുക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബഅദുക്ക് ഇങ്ങനെ അർത്ഥം പറയാറുണ്ട്, എല്ലാത്തിനും ശേഷം എന്നർത്ഥം. എല്ലാത്തിനും ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാരംഭ ക്രിയകൾക്കൊക്കെ ശേഷം. അള്ളാഹുവിൻ്റെ മുവഫഖിൻ്റെ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗ്യം ലഭിച്ചവൻ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഭാഗ്യം ലഭിച്ചവനായ അള്ളാഹുവിൻ്റെ അടിമ എന്നൊക്കെ വേണമെങ്കിൽ കൂട്ടി പറയാം, അതിന് പ്രശ്നമില്ല. ഏതായാലും നമ്മൾ ആ വരിയോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു വരി കൂടി കൂട്ടത്തിൽ പഠിക്കുകയാണ്. യാ ത്വാലിബൽ ഇൽമി റഫീ അദ്ദാബി തഅല്ലമിൽ ഇൽമ. ഇവിടെ തഅല്ലം എന്ന അമ്രാണ്, അത് നമ്മൾ കവിതയ്ക്ക് വേണ്ടിയാണ് തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബി എന്ന് പറയുന്നത്. യാ ത്വാലിബൽ ഇൽമി, ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എന്നർത്ഥം. ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിയെ. റഫീ അദ്ദാബ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഉന്നതമായ, ദാബ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ വിജ്ഞാനം തേടുന്നവനെ, റഫീ അദ്ദാബി നിൻ്റെ സ്ഥാനം ഉയർന്ന എന്നർത്ഥം. ഏറ്റവും സ്ഥാനത്തിലുള്ള ആളാണല്ലോ ഇൽമ പഠിക്കുന്ന ആൾ. അപ്പോൾ സ്ഥാനം ഉയർന്ന ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എന്നർത്ഥം. അഭിസംബോധനയാണ് യാ എന്നാണ്. തഅല്ലമിൽ ഇൽമ, നീ ഇൽമിനെ പഠിക്കുക, വിജ്ഞാനത്തെ നീ നുകരുക. ബിദിൽ ആദാബി, അദബുകളോട് കൂടെ ഇൽമി നീ നേടുക എന്നാണ് പറഞ്ഞത്.
അഥവാ സ്ഥാനം ഉന്നതിയിലെത്തിയിരിക്കുന്ന വിജ്ഞാനം അഭ്യസിക്കുന്ന മനുഷ്യ എന്നർത്ഥം. യാ താലിബൽ ഇൽമി റഫിയ ദാബി, സ്ഥാനം ഉന്നതിയിലെത്തിയിരിക്കുന്ന വിജ്ഞാനം അഭ്യസിക്കുന്ന മനുഷ്യ. തഅല്ലമൽ ഇൽമ ബിദിൽ ആദാബി, അദബുകൾ പാലിച്ചുകൊണ്ട് നീ വിജ്ഞാനം അഭ്യസിക്കുക എന്നാണ് ഈ രണ്ട് കവിതാ വരികൾ പറയുന്നത്. അതിനെ നമുക്ക് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ പറയാം. അഥവാ തഅല്ലുമിൽ ഇൽമ, ഇൽമിനെ പഠിക്കുക, വിധില്ലാതെ ചിട്ടയോട് കൂടെ അതബോട് കൂടെ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓരോ ഉള്ളിലേക്കൊന്ന് നമുക്ക് ഇറങ്ങി നോക്കണം, എന്നാൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാദു എന്നുള്ളത് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. അമ്മ ബാദു എന്നൊക്കെ പ്രസംഗം ഖുത്ബയിലൊക്കെ ഉണ്ടാവും, അമ്മ ബാദു എന്നൊക്കെ. ഈ അമ്മ ബാദു എന്നുള്ളത് അങ്ങനെ ബിസ്മി ഹംദ് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് എന്നർത്ഥം. അതിനെപ്പറ്റി ഒന്ന് നോക്കാം നമ്മൾ. ഇവിടുത്തെ വ ബാദു എന്ന വാവ് ഉണ്ട് കേട്ടോ. വാവ് ഒരു എന്താ പറയുക, പുതുതായിട്ടൊരു കവിത തുടങ്ങുമ്പോൾ അതിനു വേണ്ടി ചേർത്താണ് വ ബാദു, ഇസ്തിനാഫിയായ വാവ് എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഖാല അബ്ദുഹുൽ മുവഫഖു എന്ന പറയുന്നത്, അവിടെ എന്താ പറയുക, ഇവിടെ എന്ത് പറയണം ശരിക്ക്, ഫയഖൂൽ അല്ലെങ്കിൽ ഫഖാല എന്ന് അതിന് പറയണത് എന്ത്, അത് കവിതയ്ക്ക് വേണ്ടിയാണ് ഖാല എന്ന് മാത്രം പറഞ്ഞത്. അബ്ദുഹു എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് എന്നർത്ഥം കേട്ടോ. എങ്ങനെയാണ് അബ്ദുല്ല ആവുക എന്നല്ലേ, അപ്പോൾ അബ്ദുഹു എന്ന് മാത്രം എഴുതിയാൽ എങ്ങനെ അബ്ദുല്ല എന്നർത്ഥം വെക്കുക എന്നല്ലേ. അവിടെ പറയുന്നുണ്ട് എന്താ പറയുക, എന്ത് അബ്ദുഹു എന്നതിൽ ആ ലമീർ, ഹു എന്നുള്ള ലമീറിനോട് ചേർത്ത്, അപ്പോൾ ലമീറിനോട് ചേർത്ത് അബ്ദ് എന്ന് വരികയാണെങ്കിൽ അത് അബ്ദുള്ളയായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഓക്കെ, അള്ളാഹുവിലേക്കാണ്, അഥവാ ജലാലത്തിൻ്റെ ഇസ്മായ അള്ളാഹുവാണ് ഏറ്റവും ചേർന്ന് വരാൻ അർഹതയുള്ളത്. അപ്പോൾ അബ്ദുള്ള എന്നാണ് അതിന് പറയുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ത് പറയണ്ട, അൽ മുവഫഖ്. ഇവിടെ അൽ മുവഫഖ് എന്നുള്ളത് നമ്മളറിയും ഇസ്മ്, ഇപ്പോൾ ഒരാളെ പേരുണ്ടാവും, പേര് വെക്കപ്പെട്ടതുണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, കുഞ്ഞത്തലമുണ്ടാവും മകനിലേക്ക് ചേർത്തിട്ട്, അതാണ് നമ്മൾ ഇബിന് വെച്ച് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പേര് വെക്കപ്പെട്ടതുണ്ടാവും, ലഖബ് അലം അറിയും, ലഖബ് അലം കേട്ടോ, ലഖബ് അലം എന്ന് പറയും. അതാണ് ഇവിടെ മുവഫഖ് എന്നുള്ളത് കേട്ടോ. നമ്മുടെ ഈ കവിത രചിച്ച നാളിം, ആ രചയിതാവിൻ്റെ പേരാണെന്ത്, പേര് വെക്കപ്പെട്ട പേരാണ് അൽ മുവഫഖ് എന്നുള്ളത്. നമ്മൾ ശംസുല്ലമ അങ്ങനെ ഒരു പറയാറുണ്ടല്ലോ, അതുപോലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുൻതഖബ് എന്നാണ് നമ്മുടെ രചയിതാവിൻ്റെ പേര് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് മഹാനായ മുഹമ്മദ് നവവി റളിയല്ലാഹു നവവിൽ ജാവി എന്ന മഹാനായ പണ്ഡിതൻ ഹിദായത്തുൽ അദിക്കിയ ആർക്ക്, സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഹിദായത്തുൽ അദിക്കിയ ശർഹ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വാലിദുഹുൽ മുവഫഖ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇറാബും തർക്കീബൊക്കെ നമ്മൾ പെട്ടെന്ന് നോക്കുക, അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാലിദുഹുൽ മുവഫഖ്, മുൻതഖബുൻ എന്നുള്ളത് ഇവിടെ ഒരു മുബത്തയാണ്. ഓക്കെ, അതിൻ്റെ ഖബർ വാലിദുഹുൽ മുവഫഖ് എന്നുള്ളൊരു ജുംലയാണ്. പിന്നെ വാലിദുഹുൽ മുവഫഖ് എന്നുള്ളത്, വാലിദുഹു എന്നുള്ള മുബത്ത, അതിൻ്റെ ഖബർ മുവഫഖ് എന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ യാ താലിബൽ ഇൽമി എന്നുള്ള വരി, യാ താലിബൽ ഇൽമി എന്നുള്ള പറയുന്നത്, ഇവിടെ നമ്മൾ അയ്യുഹ എന്നൊക്കെ പറയുമല്ലോ, ഓ എന്ന അർത്ഥത്തിന് അയ്യുഹ യ എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ എന്താ പറയുക, ഹർഫ് നിദാ എന്ന് പറയും, വിളിക്കുന്നതിൻ്റെ ഹർഫ്, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകൾക്കാണ് യാ അയ്യുഹ എന്നൊക്കെ പറയാറുള്ളത് കേട്ടോ. അതങ്ങനെ പറയാം. പിന്നെ അതുപോലെ തന്നെ റഫി അദ്ദാബ് എന്ന് പറഞ്ഞാൽ, ദാബ് എന്ന് പറഞ്ഞാൽ പ്രകൃതം, സ്വഭാവം, അതുപോലെ തന്നെ കാര്യങ്ങൾ, സ്ഥാനങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ റഫി അദ്ദാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാനം ഉയർന്ന, കാര്യങ്ങൾ ഉയർന്ന എന്നർത്ഥം. മുർത്തഫിഉ ഷഅ്നി എന്നൊക്കെ പറയാം, കാര്യങ്ങൾ ഉയർന്നതായ എന്നർത്ഥം. ദബ് എന്നാൽ അൽ ആദ അഷഅ്ൻ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ വരിക. ആദത്ത് പറഞ്ഞാൽ പതിവ്, ചര്യ എന്നൊക്കെ അർത്ഥത്തിനിക്ക്. അവിടെ തഅല്ലം എന്ന് പറഞ്ഞല്ലോ, ഈ തഅല്ലം എന്നുള്ളത് ഏതായാലും അമ്രാൻ കേട്ടോ. തഅല്ലം നീ പഠിക്കുക എന്നർത്ഥം. തഅല്ലം നീ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എന്ത് തഅല്ലമി എന്ന് കസ്ർ കൊടുക്കാനുള്ള കാരണം എന്താണ്, തഅല്ലമി എന്ന് പറയുമ്പോൾ ഇവിടെ തഅല്ലം എന്നുള്ളത് സുക്കൂനാണ്. പിന്നെ അൽ ഇൽമിലെ ഈ അലിഫ്ലാമിനും സുക്കൂൻ. അപ്പോൾ ഈ രണ്ട് സുക്കൂനും കൂടി വരുമ്പോൾ എന്താവും, പറയാൻ പ്രയാസമാവും. അതുകൊണ്ടാണ് തഅല്ലമി എന്ന് കസ്ർ കൊടുത്ത് പറയുന്നത്. നമ്മൾ പറയുന്നത് തഖല്ലുസിന് വേണ്ടി കൊടുത്താൽ, തഖല്ലുസാണ് രക്ഷപ്പെടാൻ വേണ്ടി, രണ്ട് ഇൽത്തിഖാഉസാക്കി, അഥവാ രണ്ട് സുക്കൂനുകൾ പരസ്പരം കണ്ടുമുട്ടാണ്.
അപ്പോൾ അവിടെ നമ്മൾ ഉച്ചരിക്കൽ പ്രയാസമായതിന് വേണ്ടിയാണ് അവിടെ തഖല്ലുസിന് വേണ്ടി കസ്റത്ത് കൊടുത്തത് എന്ന് പറയാറുണ്ട്. പിന്നെ ആ തഅല്ലം എന്നുള്ളത് ഫെയില് അമ്രാണല്ലോ, അപ്പോൾ അതിനൊരു മഫൂൽ ഉണ്ടാവില്ല. മഫൂലാണ് എന്ത് അൽ ഇൽമ എന്നുള്ളത് കേട്ടോ. ഇവിടെ തഅല്ലം എന്ന് മാത്രം പറഞ്ഞാൽ മതി, പക്ഷെ അൽ ഇൽമ എന്നതിനെ പറഞ്ഞത് എന്നാണ്. അപ്പോൾ എന്താണ്, ആ ഇൽമിൻ്റെ ആ കാര്യം ഒന്നും കൂടി മഹത്തമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ ബിദിൽ ആദാബ്, ബി പറഞ്ഞാൽ കൊണ്ട്, കൂടെ, ഒപ്പം എന്നൊക്കെ അർത്ഥം. ദി പറഞ്ഞാൽ ഉടയവൻ എന്നർത്ഥം, അത് സ്വാഹിബ് എന്നർത്ഥം. സ്വാഹിബുൽ ആദാബ് എന്ന് പറഞ്ഞാൽ അദബിൻ്റെ ആൾ എന്നർത്ഥം. അതാ പറഞ്ഞത്. ദി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷാറത്തിൽ മുഅന്നസുവല്ല, ഒരു എന്താ പറയുക, അദബിൻ്റെ ഉടയവനായിട്ട്, അദബിനോട് കൂടെ എന്നർത്ഥം, ഇഷാറത്തിന് വേണ്ടി വന്നാണ്. അപ്പോൾ വൽ തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബി, അദബ് ചര്യയോട് കൂടെ, ചര്യകളോടൊപ്പം എന്നർത്ഥം. ഇഷാറത്തിൽ മുഅന്നസിന് വേണ്ടി പറഞ്ഞ, അപ്പോൾ എന്ത്, ചര്യയോട് കൂടെ നീ ഇൽമുകളൊക്കെ പഠിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. വിശദീകരിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം അദബുകൾ. ഇപ്പോൾ ഈ കവിതയിൽ മൊത്തം പറയുന്ന അദബുകൾ പറ്റി ഗ്രന്ഥകാരൻ, അത് പറഞ്ഞാൽ മുൻതഖബ് എന്ന മഹാൻ ഒരു കൃത്യമായൊരു ഓർഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആദ്യം ഇത് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഹക്കുകൾ, അതൊന്ന് വേറെ. അതുപോലെ തന്നെ മാതാപിതാക്കളോട് എങ്ങനെയാണ് ഒരു മുതഅല്ലിം പെരുമാറേണ്ടത്, അതുപോലെ തന്നെ സ്വന്തം ശരീരത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ തൻ്റെ അധ്യാപകനോട് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ തൻ്റെ സഹപാഠികൾ അഥവാ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ, അവരോട് എങ്ങനെയാണ് ഒരു മുതഅല്ലിം പെരുമാറേണ്ടത്, അതുപോലെ തന്നെ പൊതുജനങ്ങളോട് എങ്ങനെയാണ് ഒരു മുതഅല്ലിം പെരുമാറേണ്ടത് എന്നൊക്കെ അതിലുള്ള സൂചനകൾ, അതിലേക്കുള്ള കവിതാ വരികളുണ്ട്. ഈ കവിതയിലുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞല്ലോ എത്ര വരികളാണെന്ന്, 38 ബൈത്തുകളുണ്ട്. 38 ബൈത്തുകളാണ്. അതിൽ 31 ബൈത്തുകൾ അദബുകൾ തന്നെയാണ്. അതിലെ 31 ബൈത്തുകൾ എന്താണ്, അതിൽ 31 ബൈത്തുകൾ ഏകദേശം ഈ അദബുകളെ പറ്റിയാണ് പറയുന്നത്. ചില വരികളിൽ ഒരു അദബ്, രണ്ട് അദബ് പറയും, ചിലതിൽ ഒന്ന് പറയുള്ളൂ, ചിലതിൽ ഒന്നിൽ കൂടുതൽ, രണ്ടിൽ രണ്ടോ മൂന്നായിട്ടൊക്കെ പറയും. പിന്നെ ഇതിനെ പറ്റി വിശദമായിട്ട് പറയുമ്പോൾ മഹാനായ യൂസുഫുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നൊരു മഹാൻ, അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, അദബ് പാലിക്കുന്നതിലൂടെ മാത്രമേ ഇൽമു കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. അദ്ദേഹം ഒരു ഓർഡർ പറയുന്നുണ്ട്, ഈ അദബോട് മാത്രമേ ഇൽമു കരസ്ഥമാക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. ആ ഇൽമു കൊണ്ട് പ്രവർത്തനം സ്വഹിയാവുകയുള്ളൂ. അങ്ങനെ സൽപ്രവർത്തനങ്ങൾ കാരണത്തിൽ അഥവാ നല്ല പ്രവർത്തനങ്ങൾ കാരണമായിട്ട് വിജ്ഞാനവും പക്വതയും കരസ്ഥമാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ പക്വതയും വിജ്ഞാനവും കരസ്ഥമാകുന്നതിലൂടെയാണ് സുഹുദ് ലഭിക്കുക. ആ സുഹുദിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുക എന്നൊക്കെ മഹാനായ യൂസുഫുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കവിതയിൽ ഇങ്ങനെ ശറഹായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അല്ലാമ അൽ ഫക്കീഹ് എന്നൊരു മഹാൻ, അദ്ദേഹം പറയുന്നുണ്ട്, വിദ്യാർത്ഥികൾ, അപ്പോൾ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 4 സാഹചര്യങ്ങൾ, 4 അവസ്ഥകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 4 സാഹചര്യങ്ങൾ പറയണത്, ഒന്ന് അള്ളാഹുവിനോട് കൂടെ എങ്ങനെയാണ്, അഥവാ അള്ളാഹുവിനോട് എങ്ങനെയാണ് ഒരു മുതഅല്ലിം പെരുമാറേണ്ടത്, അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ എത്രത്തോളം ഇബാദത്ത് ചെയ്യണം, അവൻ ഇൽമിനെയാണോ അതുപോലെ തന്നെ പഠിക്കുന്നതിനെയാണോ അതോ കൂടുതൽ ഈ ആരാധനയോടെയാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ട അദബുകൾ, അങ്ങനെ ഒരു അവസ്ഥകൾ അതുണ്ടായിരിക്കണം. അതുപോലെ തന്നെ തൻ്റെ അധ്യാപകന്മാരോട് എങ്ങനെയൊക്കെ പെരുമാറണം, അതുപോലെ തന്നെ അങ്ങനത്തെ അവസ്ഥയിൽ അവൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടത് എന്നതൊക്കെ ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് അല്ലാമ അൽ ഫഖീഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ അദബുകളൊക്കെ പാലിച്ച എല്ലാ അദബുകളും, അഥവാ തൻ്റെ അള്ളാഹുവിനോടുള്ള അദബുകൾ, തൻ്റെ അധ്യാപകരോടുള്ള അദബുകൾ, തൻ്റെ മാതാപിതാക്കളുടെ അദബുകൾ, തൻ്റെ സഹപാഠികളോടുള്ള അദബുകൾ, തൻ്റെ പൊതുജനങ്ങളോടുള്ള അദബുകളൊക്കെ പാലിച്ച് എങ്ങനെയൊക്കെ പെരുമാറണമെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അടുത്ത വരി മുതൽ നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങളാണ് പറയാനുള്ളത്. അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.